അടുക്കളയുടെ മൂലയിൽ പതുങ്ങിയിരിക്കുന്ന ആ ചുവന്ന കുറ്റി പുറത്തേക്കിറക്കാൻ സമയമായി. പശ്ചിമേഷ്യയിലെ യുദ്ധം ഉടനെ ഒന്നും തീരില്ല. സിലിണ്ടർ ഒന്നിന് 2000 രൂപയും കടക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത്. ഭാവി ഇലക്ട്രിക് കുക്കിംഗ് ആണ്. ഗ്യാസിനേക്കാൾ വില കുറവ്, സുരക്ഷ കൂടുതൽ. അമേരിക്കയിലെ 70% വീടുകളിൽ ഗ്യാസിലല്ല, കറണ്ടിലാണ് പാചകം. സ്വീഡനിൽ 90%, ജർമ്മനിയിൽ 60%, ജപ്പാനിൽ 40% വീടുകൾ പൂർണ്ണമായും ഭക്ഷണമുണ്ടാക്കുന്നത് ഇലക്ട്രിക് കുക്കിംഗ് രീതിയിലാണ്. എന്നിട്ടും ലോകത്തിലെ എല്ലാ ട്രെൻഡും ആദ്യം അറിയുന്ന മലയാളിയുടെ വീടുകളിൽ 1% പോലുമില്ല ഇലക്ട്രിക് പാചകം. പല കാരണങ്ങളുമുണ്ട്. പവർ കട്ടും വോൾട്ടേജ് ക്ഷാമവും, ഷോക്കടിക്കുമെന്ന ഭയം, വീട്ടമ്മമാർക്ക് തങ്ങളുടെ പാത്രങ്ങളോടുള്ള പ്രണയം, പിന്നെ തലമുറകൾ കൈമാറിയ ആളുന്ന തീയിലെ വേവ് പാകവും. മാറുന്നുണ്ട്, പതുക്കെയാണെന്ന് മാത്രം. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ അടുക്കളകൾ കറണ്ടിലെ പാചകത്തോട് നോ പറഞ്ഞതെന്ന്, എന്തുകൊണ്ട് നമ്മൾ മാറണമെന്ന്, എന്തൊക്കെയാണ് വെല്ലുവിളികളെന്ന്. കേരളത്തിലെ വീട്ടമ്മമാർക്ക് എക്കാലവും ഇഷ്ടം ആ നീലജ്വാലയാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേയും പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൻ്റെ ഡാറ്റയും ഒരുമിച്ച് പറയുന്നു LPG കവറേജിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ 95% വീടുകളിലും LPG കണക്ഷനുണ്ട്. ഇതിൽ 85 മുതൽ 90% വരെ കുടുംബങ്ങൾക്ക് പാചകത്തിന് ഗ്യാസ് മാത്രമേയുള്ളൂ. 5% വീടുകൾ വിറകും ഗ്യാസും ഇടകലർത്തി ഉപയോഗിക്കുന്നു. എന്നിട്ടും ആ വിപ്ലവം കേരളത്തിലെ അടുക്കളകൾക്ക് അന്യമാണ്. ഇലക്ട്രിക് പാചക വിപ്ലവം. ഇന്ത്യയിൽ ഗാർഹിക LPG സിലിണ്ടറിൻ്റെ വിതരണം ആരംഭിക്കുന്നത് 1955 മുംബൈയിലാണ്. അടുത്ത 15 വർഷത്തേക്ക് ഇത് കേരളത്തിലെത്തിയില്ല. അന്നൊക്കെ പാചകം ചെയ്യാൻ ഇങ്ങനെയൊരു സാധനമുണ്ടെന്ന് മലയാളികൾ ഹിന്ദി സിനിമകളിൽ മാത്രമാണ് കണ്ടിരുന്നത്. 1966 കൊച്ചിൻ റിഫൈനറി പ്രവർത്തനം തുടങ്ങിയതോടെ കേരളത്തിൽ ആദ്യത്തെ ഗ്യാസ് സിലിണ്ടർ എത്തി. കൊച്ചിയിലെ കാക്കനാട് പ്രദേശത്തായിരുന്നു ആദ്യത്തെ ഏജൻസിയും വിതരണവും. എന്നാലും വിതരണ ശൃംഖലയുടെ കുറവും സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവും കാരണം സാധാരണക്കാർക്ക് ഗ്യാസ് കണക്ഷൻ ഏതാണ്ട് കിട്ടാക്കനിയായിരുന്നു. ഒരു കണക്ഷൻ കിട്ടാൻ 5 വർഷമൊക്കെ കാത്തിരിക്കേണ്ട കാലം.